തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിൽ ജാഥകൾ നടത്തുന്നത് സാധാരണമാണ്. ഇപ്പോൾ UDF-ഉം LDF-ഉം അതിന്റെ ജാഥകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF ഒരു ജാഥയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരേക്ക് സാധാരണഗതിക്ക് നടത്താറുള്ളത്. LDF ഇത്തവണ 3 മേഖലാ ജാഥകളായിട്ടാണ് നടത്തുന്നത്. വടക്ക് നിന്നുള്ള ജാഥ MV ഗോവിന്ദൻ മാഷ് നയിക്കുന്നു. മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് ജോസ് കെ മാണി നയിക്കുന്നു. ദക്ഷിണ മേഖലാ ജാഥ നയിക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. ആ മൂന്ന് ജാഥകളും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ ജാഥ വടക്കൻ ജാഥ കുറെ മുന്നോട്ട് പോയി. മധ്യമേഖലാ ജാഥ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം ആരംഭിച്ചു. അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. സമാന്തരമായി UDF-ന്റെ VD സതീശൻ നയിക്കുന്ന ജാഥ കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് ഇപ്പൊ കണ്ണൂർ ജില്ല കടന്ന് കോഴിക്കോട് വയനാട് മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ 2 ജാഥകൾ തീർച്ചയായും അതിന്റെ പേരുകൾ LDF-ന്റേത് വികസന ജാഥ എന്നാണ്, UDF-ന്റേത് പുതുയുഗ യാത്ര എന്നാണ്. പുതുയുഗം LDF-ന്റെ 10 വർഷത്തിന് പകരമായി പുതുയുഗം വരുന്നു എന്നവരും തങ്ങൾ നടത്തുന്ന വികസനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു 5 വർഷം കൂടി തരണം എന്ന് LDF-ഉമാണ് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇത് വയ്ക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ഇതിന് തീരുമാനമെടുക്കുക എന്ന് ഈ ജാഥയിൽ വരുന്ന ആളുകളുടെ എണ്ണം മാത്രമല്ല, അതിൻ്റെ സ്വഭാവവും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ജാഥയോട് സാധാരണ ജനങ്ങൾ പ്രതികരിക്കുന്നത്? ഇത് വലിയ സർവേ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. VD സതീശൻ നയിക്കുന്ന ജാഥ ആദ്യം K സുധാകരൻ ഇല്ല എന്ന ചില മുറുമുറുപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും, ശശി തരൂർ വിട്ടുനിൽക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടായെങ്കിലും അതൊക്കെ തീർത്ത് ഇപ്പോൾ മുഴുവൻ കോൺഗ്രസും UDF-ന്റെയും നേതാക്കൾ ഒരുമിച്ച് തന്നെയാണ് ജാഥ നടത്തുന്നത്. VD സതീശന്റെ യാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് കിട്ടുന്നത് എന്ന് മാധ്യമങ്ങൾ നന്നായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ അതുണ്ട്. മറിച്ച് LDF നയിക്കുന്ന ഉത്തരമേഖലാ ജാഥ, ആ ജാഥ തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്, ആ ജാഥ തുടങ്ങുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയപ്പോൾ കസേരകളെല്ലാം ഒഴിഞ്ഞുപോയി. ജാഥ ക്യാപ്റ്റനും മറ്റംഗങ്ങൾക്കും സംസാരിക്കുമ്പോൾ ആളുകൾ ഉണ്ടായില്ല സദസ്സിൽ എന്ന ഒരു ചിത്രം. അത് അയ്യപ്പ സംഗമത്തിന് വന്നതുപോലെ AI ആണെന്ന് തോന്നുന്നില്ല. അയ്യപ്പ സംഗമത്തിന് AI ആണോ എന്ന് എനിക്കറിയില്ല, ആണെന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഇവിടെ അതല്ല, ആളൊഴിഞ്ഞ കസേരകൾ ധാരാളമായി ഈ പന്തലിലുണ്ട്. അത് നിരന്തരം ഈ യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരിടത്ത് അതിഥി തൊഴിലാളികളുടെ വലിയൊരു സ്വീകരണം ഏർപ്പെടുത്തി. ഈ നാട്ടിലെ തൊഴിലാളികൾ കിട്ടാത്തതുകൊണ്ടാണോ, ഇനി അതിഥി തൊഴിലാളികൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇന്നലെ ജാഥയ്ക്ക് നിൽക്കാം എന്ന് പറഞ്ഞു വന്നതാണോ? അങ്ങനെ ആവാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഒന്നാമത് അതിഥി തൊഴിലാളികൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയം അറിയില്ല. അവർക്ക് ഇവിടെ എന്താണ് കേരളത്തിൽ LDF എന്താണ് UDF എന്നറിയില്ല. ഒരുപക്ഷെ ബംഗാളിൽ നിന്ന് വന്നവരാണെങ്കിൽ അവർ ഈ ചുവന്ന കൊടി കണ്ടിട്ടുണ്ടാവും. ബാക്കി സ്ഥലത്ത് നിന്ന് വന്നവരൊന്നും ചുവന്ന കൊടി കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ അവരെ പിടിച്ച് നിർത്തിയതാണ് എന്നും അവരെ കൂലിക്ക് നിർത്തിയതാണെന്നൊക്കെ ആരോപണമുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു വശത്ത്. രണ്ടാമത്, കണ്ണൂർ ജില്ലയിലേക്ക് കടന്നപ്പോഴാണ്, ആ സമയത്താണ് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. ആ വെളിപ്പെടുത്തലുകൾ CPM-ന് വലിയ തലവേദനയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകം പാർട്ടിയെ ജനങ്ങൾ പഠിപ്പിക്കും എന്ന് പറയുന്ന ആ പുസ്തകം അതിൻ്റെ പുറത്തുവിട്ടത് തന്നെ വലിയ ചർച്ചയായി. അതിൽ രക്തസാക്ഷി ഫണ്ടും കെട്ടിട നിർമ്മാണ പാർട്ടി ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ടും വലിയ തോതിൽ വെട്ടിക്കപ്പെട്ടു എന്ന് അതിൻ്റെ ഒരു കക്ഷത്ത് ഓഡിറ്ററായിരുന്ന ആൾ, അവിടെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ആൾ തുറന്നു പറയുമ്പോൾ അത്ര പെട്ടെന്ന് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല CPM-ന്. കുഞ്ഞികൃഷ്ണൻ വളരെ ശക്തനായൊരു സഖാവാണ്, വളരെ ഉറച്ചു നിന്ന് പോരാടിയിട്ടുള്ള ആളാണ് എന്നും അവിടുത്തെ പയ്യന്നൂർ MLA-യും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ മധു ഇക്കാര്യത്തിൽ വലിയ കളി കളിച്ചുവെന്നും നിരവധി തവണ പരാതികൾ പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിട്ടും മധുവിനെ രക്ഷിക്കുന്ന നിലപാടാണ് അവിടെ ഉണ്ടായത് എന്നും കുഞ്ഞികൃഷ്ണൻ തുറന്നു പറയുമ്പോൾ അവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ അത് വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, ഇതിന് മറുപടി പറഞ്ഞ KK രാഗേഷ് വന്ന് പറഞ്ഞ വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഇത് കണക്ക് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല, ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തും, പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. എന്താണ് ബഹുജനം പൊതുജനം എന്ന വ്യത്യാസം ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു, എനിക്കതിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ കണക്ക് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അർത്ഥം. ജനങ്ങളിൽ നിന്ന് പിരിച്ച രക്തസാക്ഷി ഫണ്ടും പാർട്ടി ഓഫീസ് ഫണ്ടും അതിന്റെ കണക്കും പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല എന്ന വലിയ ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ഇപ്പൊ ആ ജാഥ മുമ്പോട്ട് പോകുന്നുണ്ട്.
വി ഡി സതീശൻ നയിക്കുന്ന UDFന്റെ ജാഥയിൽ വളരെ വലിയ ജനപങ്കാളിത്തമുണ്ട് എന്നത് ഒരു തർക്കമറ്റ കാര്യമാണ്. ജനങ്ങൾ ആവേശത്തോടു കൂടി ജാഥയിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ ഭരണം മാറണം എന്ന് പൊതുവികാരമുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് വി ഡി സതീശന്റെ ജാഥയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായതുകൊണ്ടല്ല. മാത്രമല്ല, കേവലമായ വിമർശനത്തിനപ്പുറത്തേക്ക് ഒരു ഫലപ്രദമായ ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സതീശന്റെ ജാഥ വരുന്നത്. വിവിധ വിഭാഗം ആളുകളെ അവരുടെ UDFന്റെ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചുകൊണ്ട് CK ജാനുവിനെ പോലെയുള്ള ആളുകൾ, PV അൻവറിനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ ഈ ജാഥയുടെ ഭാഗമാകുന്നത് തീർച്ചയായും ഈ അർത്ഥത്തിൽ അവർക്ക് വലിയ ശക്തി നൽകുന്നുണ്ട്. ജാഥയ്ക്ക് ധാർമ്മികമായ ഒരു ശക്തി നൽകുന്നുണ്ട്. അതിന് സമാന്തരമാണ് ഈ ജാഥ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വലിയ തോതിൽ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഇനി മൂന്നാം ഭരണം വേണ്ട എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നത്. ഈ ജാഥയിലൂടെ സ്ഥാപിക്കപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വം വി ഡി സതീശന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും സാധ്യതയുള്ളയാൾ വി ഡി സതീശൻ തന്നെയാണ് എന്നതാണ്. മറ്റ് താല്പര്യക്കാർ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവും. മുഖ്യമന്ത്രിയാവണമെന്ന് ആരാഗ്രഹിക്കാത്തത്? ആരോട് ചോദിച്ചാലും വേണ്ടെന്ന് പറയില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിന് സതീശനെ സഹായിച്ച നിലപാടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം കടുത്ത നിലപാടെടുത്തു. അവസാനം പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കേണ്ടി വന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായി ചിലരൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ നിൽക്കട്ടെ, അതൊക്കെ വരട്ടെ. അത് വന്നാൽ പോലും കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിലൂടെ. കാരണം നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 7 ദിവസങ്ങളിൽ 6 ദിവസവും കേരളത്തിലെ എല്ലാ ചാനലുകളും ആടിയ കഥ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എന്ന് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, അയാൾ ജയിലിൽ പോകുന്നു. തെരഞ്ഞെടുപ്പിന്റെ വാർത്തയും ഉണ്ടായില്ല. ശബരിമല കൊള്ളക്കേസ് പോലും മുങ്ങിപ്പോയി. പക്ഷെ എന്തുണ്ടായി? തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒരു തരത്തിലും UDFനെ നെഗറ്റീവായി ബാധിച്ചില്ല. എന്തിന്? പാലക്കാട് പോലും ബാധിച്ചില്ല എന്നതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ ഉറച്ച നിലപാടെടുക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കും പോസിറ്റീവായ കാര്യങ്ങളുള്ള ആൾ എന്ന നിലയ്ക്കും അതിലെല്ലാം പുറമെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നു, കാലാവസ്ഥാ മാറ്റം എന്നത് ഒരു സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന അപൂർവ രാഷ്ട്രീയ നേതാക്കളുടെ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, പഴയ കാലത്തെ വികസന രീതികളിലേക്ക് മുമ്പോട്ട് പോകാനാവില്ല. കാരണം നമ്മുടെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും പശ്ചിമഘട്ടവും ഒക്കെ നമുക്ക് എതിരായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ മാറ്റം അതിനെയൊക്കെ വലിയ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളാക്കും. അതുകൊണ്ട് നമ്മുടെ വികസന സമീപനങ്ങളിൽ ക്ലൈമറ്റ് റെസിലിയൻസ് വേണം. കാലാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ മാറ്റത്തെ നേരിടാനുള്ള ശേഷിയുള്ള, പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ഒരു വികസന സമീപനം കേരളത്തിന് ഉണ്ടാകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു പുതിയ മാർഗവും ഒരു പുതിയ രീതിയും വെച്ചുകൊണ്ട് സതീശൻ മുമ്പോട്ട് വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്നവർ കോൺഗ്രസിൽ അത്ര ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയായാലും UDF ജയിച്ചാൽ സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കൂട്ടുന്നതാണ് ഇതുവരെയുള്ള യാത്രയുടെ അനുഭവം.